പ്രിയമുള്ളവരെ, രോഗാതുരമായ അവസ്ഥയിൽ കിടന്നുകൊണ്ട് മനസ്സുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട യജമാനോട് ആ പ്രിയപ്പെട്ട സാധുവായ മാതാവ് ദുആ ചെയ്യുകയാണ്. അല്ലാഹ്, എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച എന്റെ പ്രിയപ്പെട്ട ഉവൈസ് ബിൻ ആമിറാണ്. അല്ലാഹ്, ആ പൊന്നുമോൻ എന്ത് ചോദിച്ചാലും നീ കൊടുക്കണേ അല്ലാഹ്. ആ പൊന്നുമോൻ എന്ത് ചോദിച്ചാലും തന്റെ നാവ് കൊണ്ട് എന്ത് ചോദിച്ചാലും വിഹായിസിന്റെ വിരിമാറിലേക്ക് കരങ്ങൾ ഉയർത്തി നിന്റെ ദർബാറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്ത് ചോദിച്ചാലും നീ കൊടുക്കണേ അല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മാതാവ് ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും തിരിച്ചറിയുക, ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടം വെച്ചാലും, ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാലും റസൂലുള്ളാഹി തങ്ങൾ അറിയുന്നതാണ്. അത് ജീവിച്ചിരിക്കുമ്പോഴും അറിയും, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷവും അറിയും. ഇന്നും മദീനയിൽ കിടന്നുകൊണ്ട് എത്രയെത്ര മജ്ലിസുകളെ കാണുകയാണ്, എത്രയെത്ര ഹൃദയങ്ങളെ റസൂലുള്ളാഹി തങ്ങളെ കാണുകയാണ്, എത്രയെത്ര നൊമ്പരങ്ങളെ കേൾക്കുകയാണ്, എത്രയെത്ര പ്രയാസങ്ങൾ കാണുകയാണ്, കേൾക്കുകയാണ്, എത്രയെത്ര സലാമുകൾ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോഴും റസൂലുള്ളാഹി തങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്നേഹം റസൂലുള്ളാഹി തങ്ങളെ തിരിച്ചറിയാതിരിക്കുമോ? വഫാത്തിന് ശേഷം തിരിച്ചറിയുന്ന റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഉവൈസ് ബിൻ ആമിറിന്റെ സ്നേഹം, പ്രണയം, അനുരാഗം തിരിച്ചറിയാതിരിക്കുമോ? പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി തങ്ങളെ തിരിച്ചറിഞ്ഞു. ആ പ്രിയപ്പെട്ട ഉവൈസ് ബിൻ ആമിറിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനോട് നിർദ്ദേശം കൊടുക്കുകയാണ്. യാ സ്വഹാബാ, യഅതീകും ഉവൈസ് ബിൻ ആമിർ, നിങ്ങളിലേക്ക് ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരും. സ്വഹാബാ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളിലേക്ക് ഉവൈസ് ബിൻ ആമിർ എന്ന് പറയുന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നതാണ്. ലഹു വാലിദാ, ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ ചെറുപ്പക്കാരൻ വയോവൃദ്ധയായ രോഗാതുരയായ ഒരു മാതാവുണ്ട്. ആ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി സേവനം ചെയ്യുന്ന പൊന്നുമോനാണ്. തന്റെ സേവനത്തിന് വേണ്ടി, മാതാവിന്റെ സേവനത്തിന് വേണ്ടി തന്റെ ജീവനം മാറ്റിവെച്ച പൊന്നുമോനാണ്. എന്താണ് ആ പൊന്നുമോന്റെ പ്രത്യേകത എന്തെന്നറിയോ? അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം ഏറ്റെടുത്താൽ, അല്ലാഹുവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹു തആല കൊടുക്കുന്നതാണ് സ്വഹാബാ. അത്രയേറെ സവിശേഷതയുള്ള ഉവൈസ് ബിൻ ആമിർ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ്. അതുകൊണ്ട് സ്വഹാബാ, നിങ്ങൾ ആരെങ്കിലും ഉവൈസ് ബിൻ ആമിറിനെ കാണുകയാണെങ്കിൽ കരങ്ങൾ പിടിച്ച് മുസാഫഹ ചെയ്യണേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണേ എന്ന് ആരാണ് പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി, ലോകത്തിന്റെ രാജകുമാരനായ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി, നമ്മുടെ കൽബകങ്ങളെ കാണാൻ ത്രാണിയുള്ള നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി, മദീനയുടെ മന്ദമാരുതനെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി, മനസ്സിന്റെ രാജകുമാരനെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി, ഹബീബായ തങ്ങളെ കാണുകയാണ്. ആരെ കണ്ടു? എന്ന പ്രിയമുള്ളവരെ, ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇഷ്ടത്തെ അറിയുകയാണ്, തിരിച്ചറിയുകയാണ്. സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, നിങ്ങളിലേക്ക് ഉവൈസ് ബിൻ ആമിർ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരും. ആ ചെറുപ്പക്കാരനെ കണ്ടാൽ ആ കരങ്ങൾ പിടിച്ച് നിങ്ങൾ മുസാഫഹ ചെയ്യണം, നിങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണേ. കാരണം എന്തെന്നറിയോ? അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ വിഹായിസിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉവൈസിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഇജാബത്ത് കൊടുക്കും. കാരണം എന്തെന്നറിയോ? ഉവൈസ് ബിൻ ആമിറിന്റെ ഉമ്മയുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് പ്രാർത്ഥനയാണ്? എന്റെ ഉവൈസ് ബിൻ ആമിർ എന്ത് ചോദിച്ചാലും അല്ലാഹ് നീ കൊടുക്കണേ അല്ലാഹ്. എന്തുകൊണ്ടാണെന്നറിയോ പ്രിയമുള്ളവരെ? തന്റെ ജീവന മാതാവിന്റെ സേവനത്തിന് വേണ്ടി മാറ്റിവെച്ചത് കൊണ്ടാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബത്തിനോട്, ഏത് സ്വഹാബത്തിനോടാ പ്രിയമുള്ളവരെ? ഏത് സ്വഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങളെ കണ്ട, റസൂലുള്ളാഹി തങ്ങളോട് സഹവസിച്ച, റസൂലുള്ളാഹി തങ്ങളെ പിന്നിൽ നമസ്കരിക്കുന്ന, ഈമാനിൽ നിറവിൽ ജ്വലിച്ചു നിൽക്കുന്ന സ്വഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, റസൂലുള്ളാഹി തങ്ങളെ കണ്ടിട്ട് പോലും ഇല്ലാത്ത, മദീന നിവാസി പോലും ഇല്ലാത്ത ഉവൈസ് ബിൻ ആമിറിനെ കാണുകയാണെങ്കിൽ സ്വഹാബത്തെ നിങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണേ. കാരണം എന്തെന്നറിയോ? അദ്ദേഹത്തിന്റെ ജീവിതം മാതാവിന് വേണ്ടി മാറ്റിവെച്ചവനാണ്. ആ മാതാവിന്റെ പ്രാർത്ഥന സ്വീകരിച്ചവനാണ്. അല്ലാഹു തആല എന്ത് ചോദിച്ചാലും കൊടുക്കും. അതുകൊണ്ട് സ്വഹാബ, നിങ്ങൾ ആ പ്രിയപ്പെട്ട മാതാവ്, ആ പ്രിയപ്പെട്ട ഉവൈസ് ബിൻ ആമിറിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. എന്റെ